നമസ്കാരം. ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ പ്രതീകാത്മകമായി സ്വയം പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. പഞ്ചവടിപ്പാലത്തിൽ ശ്രീനിവാസനിലൂടെയാണ് പഞ്ചവടിപ്പാലം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും. KG ജോർജിൻ്റെ പഞ്ചവടിപ്പാലം. ശ്രീനിവാസൻ അതിൽ നടക്കാൻ ഇരുകാലിനും ശേഷിയില്ലാതെ ഒരു ടയർ ഘടിപ്പിച്ച മരപ്പലകയിൽ നാട് ചുറ്റിക്കാണുന്ന ഒരു പൗരൻ്റെ പ്രതീകമായിരുന്നു. അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാരുടെ പ്രസംഗങ്ങൾ കേൾക്കണം, രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങൾ കാണണം. തുടക്കത്തിൽ അയാൾ നെടുമുടിയുടെ കഥാപാത്രത്തോട് പറയുന്നുണ്ട്, എന്താണ് പിള്ളച്ചേട്ടാ ഇവിടെ നമ്മുടെ ഈ പ്രദേശം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണല്ലോ, ഈയിടെ ഒരു യോഗവും കാണുന്നില്ല, ഒരു മന്ത്രിയുടെ പ്രസംഗം കേട്ടിട്ട് എത്ര നാളായി, ആഴ്ചയിൽ ഒരു പ്രസംഗമെങ്കിലും കേട്ടില്ലെങ്കിൽ എൻ്റെ കൈകാലുകൾ വല്ലാതെ തളരും, പ്രസരിപ്പില്ലായ്മ തോന്നും, മന്ത്രിമാരുടെ പ്രസംഗം കേൾക്കുന്ന എനിക്ക് ജീവൻ ടോണാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ സമീപകാലത്ത് നിരന്തരം പ്രസംഗം കേട്ടിട്ട് ഒടുക്കം എണീച്ച് നടക്കാൻ വരെ ആയതാണ് എന്ന് ശ്രീനിവാസൻ്റെ കഥാപാത്രം അതിൽ പറയുന്നുണ്ട്. കാരണം നടക്കാൻ കഴിയാത്ത ഒരാളാണ്. എന്നാൽ ആ സിനിമ ഭരണകൂടത്തിൻ്റെ ഒരു ഏറ്റവും പ്രതീകാത്മകമായ സറ്റേറിക്കലായ വിമർശനമായി മാറി ഒടുവിൽ ഭരണകൂടത്തിൻ്റെ ഇരയായി സാധാരണ മനുഷ്യൻ മാറുന്ന ഒരു ചിത്രമാണ് ആ സിനിമ നൽകുന്നത്. പഞ്ചവടിപ്പാലം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ആളുകൾ ഒക്കെ വെള്ളത്തിലും കരയിലും ഒക്കെയായി പരിക്കേറ്റ് മരിച്ച് ഒക്കെ പോകുന്ന കാഴ്ചയാണ്. ഏറ്റവും ഒടുവിൽ ശ്രീനിവാസൻ്റെ നടക്കാൻ കെൽപ്പില്ലാത്ത ശ്രീനിവാസൻ്റെ കഥാപാത്രത്തിൻ്റെ ആ മരപ്പലക, ടയറിൽ സഞ്ചരിച്ചിരുന്ന മരപ്പലക പുഴയിലൂടെ ഒഴുകി പോകുന്ന ആ കാഴ്ച ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ ഇത്രയധികം ആഴത്തിൽ പതിഞ്ഞ ഒരു കാഴ്ചയില്ല. ആ സിനിമ നമ്മളെ വല്ലാതെ ചിരിപ്പിക്കുന്നുണ്ട്, വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സിലെ ആ രംഗമുണ്ടല്ലോ, ദൈവത്തിൻ്റെ വികൃതികളിൽ നമ്മുടെ അതിലത്തെ നായകൻ രഘുവരൻ്റെ കഥാപാത്രത്തിൻ്റെ തൊപ്പിയും ഇതൊക്കെ ഒഴുകി പോകുന്നൊരു കാഴ്ചയുണ്ട്. സമാനമായിരുന്നു പഞ്ചവടിപ്പാലത്തിൽ ശ്രീനിവാസൻ്റെ ഈ പലക ഒഴുകി പോകുന്ന കാഴ്ച. അതിപ്പോഴും ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെ കരയിപ്പിച്ച ശ്രീനിവാസനെ കുറിച്ചാണ്. പഞ്ചവടിപ്പാലം പക്ഷേ ശ്രീനിവാസൻ്റെ തിരക്കഥയല്ല, KG ജോർജിൻ്റേതാണ്. ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ, അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച സന്ദർഭങ്ങൾ, 5 സന്ദർഭങ്ങൾ, എന്നെ കരയിപ്പിച്ച 5 സന്ദർഭങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മനസ്സിനെ തൊട്ടിട്ടുണ്ടാവും. ഇത് കൂടാതെ നിങ്ങളുടെ മനസ്സിനെ തൊട്ട മറ്റ് രംഗങ്ങളും ഉണ്ടാകും. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം, കമൻറ്റുകളായും അല്ലാതെയും സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തേത് TP ബാലഗോപാലൻ MA എന്ന സിനിമയിലൊരു രംഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാലഗോപാലൻ അങ്ങോട്ട് സ്നേഹിച്ച ആളുകൾ അവരുടെ ചതിക്കിരയായി തൊഴിൽ പോയി, ജോലി പോയി, വീട്ടിൽ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം ഒക്കെയുള്ള ഒരു മലയാളിയുടെ പ്രതീകമായിട്ടാണ് വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ മണിയമ്പിള്ള രാജുവിൻ്റെ കഥാപാത്രം ബാലൻ്റെ സഹോദരിയെ കല്യാണം കഴിക്കാൻ തയ്യാറാവുകയാണ്. കല്യാണം കഴിച്ചിട്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ കല്യാണം, അവർ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അദ്ദേഹം വീട്ടിൽ വെച്ച് അനിയത്തിയെ യാത്രയാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏട്ടൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണല്ലോ അനിയത്തിയെ വലിയ ആഘോഷത്തോടെ കല്യാണം കഴിക്കുക എന്നൊക്കെ ഉള്ളത്. അന്നത്തെ ദാരിദ്ര്യത്തിൻ്റെയൊക്കെ ആ ഒരു ഘട്ടത്തിൽ അനിയത്തിയെ യാത്രയാക്കുന്ന ഒരു രംഗമുണ്ട്. അന്ന് അനിയത്തി പറയും, ഏട്ടൻ്റെ കല്യാണം നമുക്ക് വിപുലമായി നടത്തണം, രജിസ്റ്റർ ഓഫീസിലൊന്നുമല്ല, ആഘോഷിച്ച് നടത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലൻ പെട്ടെന്ന് തിരിച്ചറിയും, അനിയത്തിയുടെ കല്യാണം ഇങ്ങനെയാണല്ലോ. അപ്പം അവളോട് പറയുന്നുണ്ട്, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? നിൻ്റെ കല്യാണം ഇങ്ങനെയൊന്നും അല്ല ഞാൻ നടത്താൻ വിചാരിച്ചത്, പക്ഷെ സാധിച്ചില്ല മോളെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് മൂപ്പരൊരു 50 രൂപയുടെ നോട്ട് എടുത്തു കൊടുക്കും. അപ്പോൾ 50 രൂപയാണ്, അതേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കെന്തിനാ കാശ്, ഏട്ടൻ തന്നെ വെച്ചോളൂ എന്ന് പറയുന്നുണ്ട് ആ പെൺകുട്ടി, അനിയത്തി. അപ്പോൾ പറയും, നിനക്കവിടെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ, കൺമഷി വാങ്ങിക്കുക, ചാന്ത് വാങ്ങിക്കുക, പൗഡർ വാങ്ങിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അവിടെ വെച്ചിട്ട് കരയുന്നുണ്ട്. ശരിക്കും കാഴ്ചക്കാരനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു നിസ്സഹായതയുടെ ഒരു പോയിൻ്റായിരുന്നു അത്. പിന്നീട് അവിടുന്ന് അവരെ യാത്രയാക്കുന്നു. മുത്തശ്ശി മാത്രമായി കൂടെ അവസാനിക്കുന്നു. ആ രംഗം അവിടെ അവസാനിക്കുകയാണ്. അത് ആ യാത്രയപ്പം അവിടെ നിസ്സഹായതയുടെ സ്നേഹത്തിൻ്റെ ഒടുവിലത്തെ അംഗങ്ങളായി മുത്തശ്ശിയും ബാലഗോപാലനും അവശേഷിക്കുന്നതും ഒക്കെ ആ സിനിമയുടെ ഏറ്റവും ഉള്ളിൽ ആഴത്തിൽ തറഞ്ഞ ഒരു രംഗമാണ്. അത് ഗംഭീരമായിട്ട് മോഹൻലാൽ അഭിനയിച്ചു, സത്യനന്ദിക്കാട് ചിത്രീകരിച്ചു. ഈ രംഗം മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു സങ്കടകരമായ രംഗം മനോഹരമായി എഴുതി ഫലിപ്പിച്ച ശ്രീനിവാസൻ്റെ തൂലികയെ നമ്മൾ എപ്പോഴും ഓർക്കും. രണ്ടാമത്തേതായി എനിക്ക് തോന്നിയിട്ടുള്ളത് നാടോടിക്കാറ്റാണ്. അത് മോഹൻലാലിൻ്റെ സിനിമ തന്നെയാണ്. നാടോടിക്കാറ്റിലെ നിസ്സഹായരായ ദാസൻ്റെയും വിജയൻ്റെയും കഥ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകും.
അത് ഒരു പ്രത്യേക അവസ്ഥയിൽ അവർ മറ്റേ ദുബായിൽ പോകുന്ന പറഞ്ഞ് പറ്റിക്കപ്പെട്ട് ചെന്നൈയിലൊക്കെ എത്തുന്നു. അവിടെ വെച്ചിട്ട് ഇന്നസെൻ്റ് എന്ന മലയാളി, അവർക്ക് അറിയാവുന്നൊരു മലയാളിയെ കണ്ടുമുട്ടുന്നു ഇന്നസെൻ്റിൻ്റെ വീട്ടിൽ. ഇന്നസെൻ്റ് ഇവരൊരു ശല്യമായിട്ടാണ് അതുവരെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗം പ്രകടിപ്പിക്കുന്നത്. അന്ന് രാത്രി വീട്ടിൻ്റെ ടെറസിൽ വെച്ച് ഇന്നസെൻ്റ് പറയുന്നുണ്ട്, രാവിലെ തന്നെ സ്ഥലം വിട്ടോളണം, 11 മണിക്ക് കാലത്തൊരു വണ്ടിയുണ്ട്, നാട്ടിലേക്ക് വിട്ടോളണം എന്ന് പറയുന്നുണ്ട്. വേറൊരു വഴിയും അടഞ്ഞു നിന്ന ഒരു ഘട്ടത്തിൽ, വേറൊരു വഴിയും ഇല്ലാത്തൊരു ഘട്ടത്തിൽ അവിടെ നിന്ന് അദ്ദേഹം ഇന്നസെൻറ്റിനെ വിളിച്ച് ബാലൻ പറയുന്നുണ്ട്, ബാലേട്ടാ വേറൊരു ആശ്രയം ഇല്ലാത്തതുകൊണ്ടാണ്, അച്ഛൻ മരിച്ചതിൽ പിന്നെ സ്ഥിതി മോശമായി, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന കിടപ്പാടം വരെ അമ്മയ്ക്ക് വിൽക്കേണ്ടി വന്നു, എന്നെങ്കിലും ഞാനൊരു കര പറ്റും എന്ന് പാവം അമ്മ വിചാരിച്ചു. ബാലേട്ടനറിയോ, ഞങ്ങളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ടൊരു വീട്ടിൽ അനാഥയെപ്പോലെ കഴിയുക എൻ്റെ അമ്മ. അറബി കഥകളിലെ രാജകുമാരനെ പോലെ ഒരു ദിവസം പൊന്നും വാരി ഞാനവിടെ ചെല്ലുമെന്നാണ് അമ്മയുടെ വിചാരം. മടുത്തു ബാലേട്ട, വലിയ ബംഗ്ലാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ഒരു ചെറിയ ജോലി, വയസ്സായ അമ്മക്ക് കുഴമ്പ് വരട്ടാനുള്ള കാശ് എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളൂ എൻ്റെ ആശ എന്ന് പറയുന്നുണ്ട്. ആ രംഗം വല്ലാതെ മനസ്സിൽ തൊടുകയാണ്. നമ്മുടെ മനസ്സിൽ തൊടുന്നതോടൊപ്പം ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രത്തിൻ്റെ ബാലൻ്റെ ഉള്ളിലും തൊടും. അവിടെ നിന്ന് ഇന്നസെൻറ്റ് നമുക്ക് രാവിലെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ രംഗം. മൂന്നാമതൊരു രംഗം എൻ്റെ മനസ്സിൽ ഇതുപോലെ തറച്ച മറ്റൊരു രംഗം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സിനിമയിലാണ്. അവിടെ മമ്മൂട്ടിയുടെ ഒരു ഗസ്റ്റ് റോള് ആ സിനിമയിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഗൂർഖയായി ഒരു കോളനിയിൽ എത്തുന്ന മോഹൻലാൽ, അവിടെ സേതു എന്ന് പറയുന്ന കഥാപാത്രം, അവിടെ ഒരു വീട്ടിൽ അദ്ദേഹം അടുപ്പമാവുന്നു. സീമ, ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സീമയുടെ വീട്ടിൽ, അവിടെ അവരുടെ ഹസ്ബൻഡ് ദുബായിലാണ്. ആ കോളനിയിൽ നിന്ന് അവർ സദാചാര പോലീസുകാർ അപരാധം പറയും. അവിടുത്തെ ആൾക്കാർ ക്ഷുദ്ര സാഹിത്യകാരനും ഗുസ്തിക്കാരനും ഒക്കെ കൂടി, യുവാക്കളും ഒക്കെ കൂടി അപരാധം പറയും. അവിടെ നിന്നാണ് ഇവരുടെ കത്തയച്ചിട്ട് അത് ലഭിച്ചിട്ടാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം വരുന്നത്. അങ്ങനെ ബാലേന്ദ്രൻ നാട്ടിലെത്തിയ ആ ഘട്ടത്തിൽ അവിടെ സീമയും മോഹൻലാലും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളില്ല. അപ്പോൾ കോളനിക്കാർ നല്ലോണം കയറ്റി കൊടുക്കുകയാണ്, ഇയാൾക്ക് പറഞ്ഞ് പിരികേറ്റി കൊടുക്കുകയാണ്. പെട്ടെന്ന് ഇവർ വരികയും അവിടെ നിന്ന് ബാലേന്ദ്രൻ അസ്വാഭാവികമായി പെരുമാറുകയൊക്കെ ചെയ്ത് അവർക്കാകെ പ്രതീക്ഷ കൈവന്നു ഈ കോളനിക്കാർക്ക്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇത് അഭിനയമാണ് എന്ന് ബാലേന്ദ്രൻ പറയുന്നത്. അങ്ങനെയൊന്നും ഞാൻ അപരാധം വിശ്വസിക്കില്ല എന്ന് പറയും. ഇതൊക്കെ കഴിഞ്ഞ് സേതു വല്ലാത്ത അവസ്ഥയിൽ നിന്നാണ്. കാരണം ഒരു ജോലിയില്ല, വീട്ടിലാണെങ്കിൽ ഭയങ്കര ദുരിതം, ഇവിടെ നിന്ന് എങ്കിലും കഴിഞ്ഞു പോകാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ മോഹൻലാലിൻ്റെ കഥാപാത്രം മമ്മൂട്ടി വീട്ടിലേക്ക് വിളിച്ച് കയറ്റി സംസാരിക്കുന്ന ഘട്ടത്തിൽ ഉള്ള ഒരു രംഗമുണ്ട്. അത് മോഹൻലാൽ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളൊരു വലിയ മനുഷ്യനാണ്, സത്യം പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, എനിക്കാരുമില്ല എന്ന് സേതു പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ബാലേന്ദ്രൻ പറയും, നിർമ്മലയുടെ കത്തുകളിലൂടെ യു ആർ ജസ്റ്റ് ലൈക്ക് മൈ ബ്രദർ, നോ യു ആർ മൈ ബ്രദർ എന്ന് പറയുമ്പോൾ സമാനമായ അവസ്ഥയിലൂടെ ഒരു നിസ്സഹായനായ മനുഷ്യൻ്റെ വേദന അവിടെ അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ മനസ്സിനെ വല്ലാതെ ആകുലപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന മറ്റൊരു രംഗത്തിലേക്ക് ഇപ്പോഴും ക്ലൈമാക്സ് കാണുമ്പോൾ കണ്ണു നിറയുന്ന ഒരു രംഗമാണ് കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ ക്ലൈമാക്സ്. അവിടെ അശോക് രാജ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ സ്കൂളിൻ്റെ പരിപാടിക്ക് വന്നിട്ട് മമ്മൂട്ടിയുടെ കഥാപാത്രം തൻ്റെ ഭൂതകാലം ഓർത്തെടുക്കുന്നത് യാദൃശ്ചികമായി. അവിടെ വെച്ച് അദ്ദേഹം കടുക്കനിട്ട തൻ്റെ പഴയ കൂട്ടുകാരനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കൂട്ടുകാരൻ തനിക്ക് അന്ന് ഫുഡില്ലാത്ത സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം പങ്കുവെക്കുന്ന കൂട്ടുകാരൻ, സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന കൂട്ടുകാരൻ, ഒടുവിൽ അഭിനയം ഭ്രാന്ത് പിടിച്ച് പോകുന്ന ഘട്ടത്തിൽ അവൻ്റെ കടുക്കൻ ഊരിത്തന്ന കഥ പറയുന്നുണ്ട്. ഇപ്പോഴും ചാനലുകളിൽ കാണുമ്പോൾ ആ വീഡിയോ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയ്ക്കുന്ന ഒരു രംഗമാണ്. മമ്മൂട്ടി അത് മനോഹരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അവിടെ ആ രംഗത്ത് നിന്ന് ഒടുവിൽ ആ സ്കൂളിൻ്റെ സദസ്സിൽ നിന്ന് അശോക് രാജിൻ്റെ ഈ തിരിച്ചറിവ്, ഇയാളുടെ സൗഹൃദത്തിൽപ്പെട്ട ആളാണ്, നേരത്തെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടതൊക്കെ സത്യമാണ് എന്നവിടെ ഈ ആൾക്കൂട്ടത്തിൽ അതുവരെ ഈ ബാർബർ ബാലനെ വിശ്വസിച്ച ആളുകൾക്ക് മുന്നിൽ പറയുമ്പോൾ ബാലൻ അവിടെ നിന്ന് എണീറ്റ് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ രംഗം വല്ലാതെ നമ്മുടെ മനസ്സിനെ തൊടുന്നതാണ്, നമ്മളെ കരയിപ്പിക്കുന്ന രംഗമാണ്. മറ്റൊന്ന്, അഞ്ചാമതായി ഞാൻ പറയുന്നത് അഴകിയ രാവണനിലെ രംഗമാണ്. അഴകിയ രാവണനിൽ അയാൾ വളഞ്ഞ ഒരു വഴിയാണ് സ്വീകരിക്കുന്നത്. അയാളുടെ ബാല്യകാല കാമുകിയെ സ്വന്തമാക്കാൻ വേണ്ടി അയാൾ വളഞ്ഞ വഴിയാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഒടുവിൽ അയാളുടെ ഭാഗം, അയാൾ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് അവളെ കല്യാണം കഴിച്ചത്, ഭാനുപ്രിയുടെ കഥാപാത്രം കല്യാണം കഴിച്ചത്
എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഒരു സംഘർഷാത്മക സാഹചര്യമുണ്ട്. ഒടുക്കം തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറായി അയാൾ മടങ്ങിപ്പോവാണ്. സ്നേഹം വില കൊടുത്താൽ കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങിപ്പോകാൻ തയ്യാറാവുന്ന ഘട്ടത്തിലാണ് അവിടെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം പറയുന്നത്, ഇനി ഇങ്ങോട്ടൊരു വരവുണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചു പോകുമ്പോൾ ആ കഥാപാത്രം സങ്കടത്തോടെ നിൽക്കുന്ന കാണുമ്പം മമ്മൂട്ടിയുടെ കഥാപാത്രം ചോദിക്കും, തനിക്കെന്താണ് ഒരു സങ്കടം പോലെ എന്ന് പറയും. അപ്പോഴാണ് അയാൾ പറയുന്നത്, 15 വർഷമായി ഈ വർഗീസ് സാറിൻ്റെ കൂടെ ഉണ്ട്, സാറ് ചിരിക്കുമ്പോൾ കൂടെ ചിരിച്ചേ ശീലിച്ചിട്ടുള്ളൂ, പക്ഷേ ഇപ്പോൾ സങ്കടമുണ്ട് എന്ന് പറഞ്ഞ് ഒരു സങ്കടകരമായ ഒരു സ്നേഹത്തിൻ്റെ നൊമ്പരം അവിടെ നിന്ന് ഒരു അടയാളം നമുക്ക് തരുന്നുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നെ പെട്ടെന്ന് അയാൾ തിരിക്കുന്നത്, ബോട്ട് തിരിക്കുന്ന പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോകുന്നത്. എന്നിട്ട് അവിടെ പോയിട്ടാണ് അവളുടെ അച്ഛനോട് പറയുന്നത്, കുട്ടിശങ്കരനാണ് എന്ന് അവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ ഒരു സ്തംഭിച്ച അവസ്ഥയുണ്ട്. അവിടെ നിന്നാണ് പറയുന്നത്, ഇതുവരെ പറയാൻ ധൈര്യം വന്നില്ല, ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു, പണ്ട് ഈ മുറ്റത്ത് ചോദിക്കാതെ ഒരു കണ്ണിമാങ്ങ പോലും കുട്ടിശങ്കരൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിശങ്കരൻ പക്ഷേ ഈ സ്നേഹം കാണാതെ പോയാൽ കുട്ടിശങ്കരൻ്റെ സ്നേഹത്തിന് എന്തർത്ഥം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഭാനുപ്രിയയുടെ കഥാപാത്രത്തെയുമായി ചേർന്ന് അവർ ഒരു മടക്കയാത്ര ആലോചിക്കുന്നത്. അവിടെ കൊച്ചിൻ ഹനീഫയുടെ ആ തിരിച്ചറിവിൻ്റെ രംഗം മനസ്സിനെ വല്ലാതെ തൊടും. ഇങ്ങനെ ഈ 5 രംഗങ്ങൾ പെട്ടെന്ന് നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇത് മാത്രമല്ല, നിരവധി രംഗങ്ങൾ ഉണ്ട് ശ്രീനിവാസൻ സൃഷ്ടിച്ചത്. അത് ഈ മനസ്സിനെ തൊടുന്ന രംഗങ്ങൾ ഓരോരുത്തർക്കും ഓരോ മട്ടിലാണ് മനസ്സിൽ, വ്യത്യസ്ത തോതിലാണ് മനസ്സിൽ പതിയുക. അങ്ങനെ പെട്ടെന്ന് എനിക്ക് നമ്മുടെ ശ്രീനിവാസൻ്റെ തിരക്കഥയിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മയിൽ വരുന്ന 5 രംഗങ്ങൾ. അല്ലാതെ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച് അദ്ദേഹം മഴയത്തു മുമ്പേ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് കമൽ പറയാറുണ്ട്. അതായത് ബാക്കി പ്രിയദർശനും സത്യനന്ദിക്കാടും ഒക്കെ തിരക്കഥയ്ക്കായി സമീപിക്കുമ്പം നർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമകൾ കൊടുക്കാറുണ്ട്. എന്നാൽ കമലിനൊപ്പം ചമ്പക്കുളം തച്ചനോ അല്ലെങ്കിൽ ഈ മഴയത്തു മുമ്പേ ഇങ്ങനെ ഒരു നിരവധി സിനിമകൾ കമലിനോട് പോലെയുള്ള ആളുകളുടെ ഒപ്പം സഹകരിക്കുമ്പം വലിയ ഗൗരവമുള്ള വൈകാരിക ജീവിതാവസ്ഥകളുടെ സമ്പൂർണ്ണ ഒരു ആവിഷ്കാരമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയാറുണ്ട്. അപ്പോൾ ആ വ്യത്യസ്ത തലത്തെ കൂടി അദ്ദേഹം ആവിഷ്കരിക്കും. ഏത് തരത്തിലും എഴുതാൻ ഒരു സമ്പൂർണ്ണ പ്രതിഭ അദ്ദേഹം പല മട്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ഈ നൊമ്പരം ഏത് മട്ടിലാണ് അദ്ദേഹം അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അത് ജീവിതത്തിൻ്റെ ആഴത്തിലുള്ള വേദനകളെ, നിസ്സഹായതകളെ, ഒരു യുവാവിൻ്റെ പ്രത്യേകിച്ചും മലയാളി 70-80കളിലൊക്കെ മലയാളി യുവാവ് അനുഭവിച്ച ജീവിത അവസ്ഥകളെ ഒക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തിവൈകാരികതകളിൽ ആഴത്തിൽ പതിയുന്ന രംഗങ്ങളാണ് 5 ഞാൻ പറഞ്ഞത്. ശ്രീനിവാസൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഈ സമൂഹത്തെ കാണാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടൊരു സർഗാത്മക പ്രതിഭയായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അത് പഞ്ചവടിപ്പാലത്തിലെ കഥാപാത്രത്തിൽ എന്താണ് ശ്രീനിവാസൻ ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായി KG ജോർജ് തന്നെ പ്രഖ്യാപിച്ചു വെച്ചിട്ടുണ്ട്. ആ കാഴ്ച അദ്ദേഹം തമാശയിലൂടെ, സങ്കടത്തിലൂടെ, വിഷമത്തിലൂടെ, ജീവിതാവസ്ഥകളിലൂടെ, പ്രത്യേകിച്ചും ഫിലോസഫിക്കലായിട്ട് പോലും അദ്ദേഹം കാണുന്നത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ശ്രീനിവാസന് ഒരിക്കൽ കൂടി ഈ കഥാപാത്രങ്ങളുടെ നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ വിനോദ മേഖലയിൽ നമുക്കിങ്ങനെ കുറേ കഥാപാത്രങ്ങളെ, സിനിമകളെ ഒക്കെ നൽകിയതിനുള്ള അദ്ദേഹത്തോടുള്ള നന്ദി, അന്ത്യാഞ്ജലി. നന്ദി, നമസ്കാരം.